ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോസി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു വലിയൊരു VIP ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. വേറെ ആരുമല്ല, സ്വന്തം ചോരയിലുണ്ടായ മോളെ കാമുകൻ്റെ പ്ലഷറിന് വേണ്ടി വലിച്ചിട്ടെറിഞ്ഞ ഒരു ഡാഷ് മോളുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, കോഴിക്കോട് വെറും 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മ, അവളുടെ ആൺസുഹൃത്ത് സ്ഥിരമായിട്ട് 2.5 വർഷത്തോളം ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ന്യൂസാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കാര്യം എങ്ങനെയാണ് ഇപ്പോൾ ലീക്കായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ഈ കുട്ടീനെ കൗൺസിലിംഗ് നടത്തിയപ്പം ഈ കുട്ടി പറഞ്ഞ കാര്യമാണ്, അമ്മയ്ക്ക് അറിയാമായിരുന്നു, അമ്മയുടെ സമ്മതം ഉണ്ടായിരുന്നു, അമ്മയുടെ അറിവോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നതെന്നുള്ളത് അറിയുമ്പം ശരിക്കും നല്ല വിഷമമുണ്ട്. ഈ പറയുന്ന ആള് അയാളുടെ ഫോട്ടോ ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നു, നോക്കിക്കോളൂ. ഫോട്ടോ കണ്ടു വിചാരിക്കുന്നു. ഇയാളൊരു വടകര സ്വദേശിയാണ്. അയാളുടെ പേര് അബ്ദുൾ റാഫിഖ് എന്നാണ്. ഈ വടകരയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ആളെ കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഓക്കെ, ആളിപ്പോൾ നിലവിൽ നാട്ടിലില്ല. അപ്പോൾ ഈ കാര്യം അറിഞ്ഞ പിന്നെ ഒന്നാം പ്രതിയായ ഈ അബ്ദുൾ റാഫിഖിനെയും, അതായത് ഈ പെൺകുട്ടിയുടെ അമ്മേനെയും പോലീസ് തെരച്ചിൽ നടത്തി. ആ സമയത്തിനുള്ളിൽ അമ്മ ഒളിവിൽ പോയി. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങൾ കണക്ട് ചെയ്യാം, ഈ അമ്മയും ഇയാളും തമ്മിലുള്ള കണക്ഷൻ ലിങ്ക് ഒക്കെ. ഈ കുട്ടിയുടെ ഫാദർ നാട്ടിലില്ല, വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ആ സമയത്താണ് ഈ കുട്ടീനെ ഇയാള് ഓക്കെ, ഇങ്ങനെ എത്ര കുട്ടികൾ പുറത്ത് പറയാണ്ട് വിഷമിക്കുന്നുണ്ടാവും. സ്വന്തം ഫാമിലിയിൽ, ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് വേണ്ടത്, അല്ലാണ്ട് അവരെ കണ്ട കഴുകന്മാർക്ക് ഇട്ട് കൊടുക്കാനല്ല. നീയൊക്കെ ഒരു അമ്മയാണോ? എങ്ങനെ തോന്നി നിനക്ക്? അതായത് എനിക്ക് പെണ്ണുങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. അതായത് കല്യാണം കഴിച്ച പെണ്ണുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടീനെയോ നിങ്ങളുടെ ഭർത്താവിനെയോ വേണ്ട എന്നുണ്ടെങ്കിൽ, വേറെ ആളുടെ ഒപ്പം പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോ. പോയി എന്താന്ന് വെച്ചാൽ കാണിക്കുക. പക്ഷേ കുട്ടികളെ തൊടാൻ കളിക്കരുത്, മനസ്സിലായില്ലേ? അവരെ തൊട്ട് കളിക്കരുത്. ഈ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ശരണ്യ എന്ന് പറയുന്ന ആ ധീര വനിത ഉണ്ടല്ലോ, കാമുകൻ്റെ ഒപ്പം പോവാനായിട്ട് ആ കുഞ്ഞിനെ എറിഞ്ഞ് കൊന്ന ആ വനിത. അവളുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയാണ് ആ കുഞ്ഞിനെ കൊന്നത്. ഒന്നും അറിയാത്ത കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒരു കുട്ടി ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ എല്ലാ രീതിയിലും മൗലിക അവകാശങ്ങളുണ്ട്. ഓക്കെ, ആ കുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി പിടിച്ചു നിന്നിട്ട് പിന്നെ പറ്റാണ്ടായപ്പോഴായിരിക്കും ആ കുട്ടി ആ കാര്യം തുറന്നു പറഞ്ഞത്. അവനിങ്ങോട്ട് വരട്ടെ, പുറത്തു പോയ മാന്യൻ ഇങ്ങോട്ട് തിരിച്ചു വരട്ടെ. നിനക്കും നിന്റെ കാമുകനും തമ്മിൽ എന്തേലും ആവണമെന്നുണ്ടെങ്കിൽ ആയിക്കോ. അതിന് എന്തിനാ ഈ കുഞ്ഞിനെ ബലികടാകുന്നേ? ഞാൻ എൻ്റെ വീഡിയോ നിർത്തുവാണ്. ജസ്റ്റ് ഈ ഒരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തതാണ്, ഈ വീഡിയോ വന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നു. ബൈ.